മുസ്ലിം ലീഗിനെ പ്രതിരോധിക്കുക എന്നത് ഞാൻ മുസ്ലിം ലീഗിനെ പ്രതിരോധിക്കാനിരിക്കുന്ന ഒരാളല്ല. മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടുള്ള അത്തരം പ്രസ്താവനകൾ ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കണമെന്നും തോന്നുന്നില്ല. അതേ സമയത്ത് നമ്മൾ മുസ്ലിം ലീഗ് അങ്ങനെ ചെയ്യുന്നു എന്നതുകൊണ്ട് ഇപ്പുറത്ത് പിന്നെ മുസ്ലിങ്ങളൊക്കെ വോട്ട് ചെയ്യുന്നത് മുസ്ലിം ലീഗിന്റെ ആ പ്രസ്താവനക്കാണ് എന്ന് പറയുന്നിടത്ത് വലിയ അബദ്ധമുണ്ട്. മുസ്ലിം ലീഗിന്റെ ആ പ്രസ്താവനക്ക് വോട്ട് കൊടുത്തിട്ടില്ലാത്ത അല്ലെങ്കിൽ അത്തരം പ്രസ്താവനകൾ നടത്തി എന്ന് പറയുന്ന ഷാജി തന്നെയും അഴീക്കോട് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടില്ലേ? ഈ തരത്തിലുള്ള പല അനുഭവങ്ങളും നമ്മുടെ മുമ്പിലില്ലേ? അതുകൊണ്ട് മുസ്ലിം ലീഗ് അപ്പുറത്ത് എന്തെങ്കിലും പറയുന്നു എന്നതുകൊണ്ട് മുസ്ലിങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് വർഗീയമായി പറയുന്നു, കെ ടി കുഞ്ഞിക്കണ്ണൻ സഖാവൊക്കെ പറയുന്നത് പോലെ വർഗീയമായി പറയുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ വർഗീയമായി പറയുന്നതിനെ പിന്തുണയ്ക്കുന്ന എത്ര മുസ്ലിം സമുദായ അംഗങ്ങൾ ഉണ്ട് എന്ന് അദ്ദേഹം കോഴിക്കോട് ജില്ലക്കാരനാണ്, നാദാപുരം ഭാഗത്തു നിന്നുള്ള വരുന്ന ആളാണ്. അദ്ദേഹത്തിന് അതേക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടാകും. ഇത്തരം വർഗീയമായ ഒരു തരത്തിലുള്ള പ്രസ്താവനയെയും ന്യായീകരിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഇനി ഒരു കാര്യവും കൂടി ഞാൻ ഇങ്ങനെ ചേർത്ത് പറയുകയാണ്. ന്യൂനപക്ഷ വർഗീയതയും ഈ ഭൂരിപക്ഷ വർഗീയതയും കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇത് രണ്ടിനെയും തുല്യപ്പെടുത്തുന്നതിൽ തന്നെ വലിയ അപകടമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ന്യൂനപക്ഷ സമുദായത്തിൽ വർഗീയമായി ചിന്തിക്കുന്ന ആളുകളില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ വർഗീയമായി ചിന്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഇന്ത്യയിലെ ഭൂരിപക്ഷ വർഗീയതയെ പ്രതിദാനപ്പെടുത്തുന്നത് ആരാണ്? അത് RSS ആണ്, സംഘ് പരിവാറാണ്. സംഘ് പരിവാർ അധികാര രൂപം ആർജിച്ചു കഴിഞ്ഞ വർഗീയതയാണ്. ആ അധികാര രൂപം ആർജിച്ചു കഴിഞ്ഞ പലതരത്തിൽ മുസ്ലിങ്ങളെ അപരവൽക്കരിച്ചു കൊണ്ടിരിക്കുന്ന, ക്രൈസ്തവർക്ക് നേരെ അക്രമം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന, ബാബരി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് നേതൃത്വം നൽകിയ, ഗാന്ധിവധത്തിൽ കുറ്റാരോപിതരായി തീർന്ന ആ പ്രസ്ഥാനമാണ് ഇന്ന് ഇന്ത്യയിലെ ഭൂരിപക്ഷ വർഗീയതയുടെ തലത്തൊട്ടപ്പന്മാരായി നിൽക്കുന്നത്. ആ ഭൂരിപക്ഷ വർഗീയതയെ ഈ പറയുന്ന ന്യൂനപക്ഷ വർഗീയതയുമായി സമീകരിക്കുന്നിടത്ത് തന്നെ വലിയ അപകടങ്ങളുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അത്തരം സമീകരണങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നം എന്താണ്? നോക്കൂ, ഇതിന്റെയൊക്കെ ആത്യന്തികമായ ഗുണഭോക്താക്കൾ ആരാണ് എന്നതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അതാരായിരിക്കും? നിശ്ചയമായും BJP ആയിരിക്കും. ഈ പറയുന്ന ഏത് തരത്തിലുള്ള